ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ 3 ബ്രൈഡ്സ് കാണിച്ചിരുന്നു. അത് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇന്നും ബ്രൈഡ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇനി ഇത് എന്തായിരിക്കും, 3 കഴിഞ്ഞാൽ വരുന്നത് 4-മത്തെയാണ്. 4 വരി പിന്നൽ എന്ന് പറയും. ആദ്യം തന്നെ നമുക്ക് കയറിൽ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് മുടിയിലേക്ക് കിടക്കാം കേട്ടോ ചെയ്യണത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ 4 കയറിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന 2 കയറുകളുണ്ടല്ലോ, അതിൽ ഓറഞ്ച് കളറുള്ള കയറുണ്ടല്ലോ, മഞ്ഞ കയറിൻ്റെ മേളിക്കോടെ എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ റൈറ്റ് സൈഡിലുള്ള കയറിൻ്റെ ആ ഓറഞ്ച് കയറ് മഞ്ഞ കയറിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് അത് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അതെടുത്തു, കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. ഒരു ഇൻഡു ആയിട്ട് എടുക്കുക കേട്ടോ നടുക്കത്തെ ഭാഗം. അതുപോലെ തന്നെ വീണ്ടും ചെയ്യുക, കണ്ടില്ലേ, മേലേക്കോടെ എടുക്കുക, ലെഫ്റ്റ് സൈഡ് മേലേക്കോടെ എടുക്കുക, റൈറ്റ് സൈഡ് അടിയിക്കോടെ എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇൻഡു ആയിട്ട് എടുക്കില്ലേ, അങ്ങനെ ചെയ്യുക. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ ആദ്യം വരുന്ന കയറുകൾ മേലേക്കോടെയും താഴത്തേക്കോടെയും എടുക്കാമെന്നേ പറയുന്നുള്ളൂ ഇതിൽ, അല്ലാതെ വേറെ ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. വളരെ എളുപ്പമാണ് കേട്ടോ ഈ 4 മടച്ചിൽ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, അങ്ങനെ മെടഞ്ഞു മെടഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മൾ ഫുള്ളായിട്ട് മെടഞ്ഞു കഴിഞ്ഞു. ഞാനിതിപ്പോൾ കയറിലാണ് ഇത് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ടത് മെടയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്കേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മുടിയിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇതേ മുടി നമ്മൾ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മുടീനെ. എന്നിട്ട് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റത്തെ ഹെയർ ഉണ്ടല്ലോ, അത് ഇതേ മേലോട്ടേക്ക് കൊണ്ടുവരണം കേട്ടോ. 2-മത്തെ ഹെയറിൻ്റെ മുകളിക്കോടെ ഉള്ളിലേക്ക് എടുത്തു. അതുപോലെ റൈറ്റ് സൈഡിലെ ആദ്യത്തെ മുടി ഉണ്ടല്ലോ, അത് അടിയിക്കോടെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്, 2-മത്തെ മുടിയുടെ. എന്നിട്ട് നമ്മളത് നടുക്കത്ത് വരുന്ന 2 മുടി ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കൊടുത്തു, ക്രോസ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം വരുന്നത്. ലെഫ്റ്റിലെ കയ്യിലെ ആദ്യത്തെ മുടി മുകളിക്കോടെ എടുക്കുക, അടുത്ത ഹെയർ ആയിട്ട്. അതുപോലെ റൈറ്റ് സൈഡിലെ ആദ്യത്തെ മുടി അടുത്ത മുടിയുടെ അടിയിക്കോടെ ആയിട്ട് എടുക്കുക. എന്നിട്ട് നടുക്ക് വരുന്ന ആ 2 മുടികൾ തമ്മിൽ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികം പറയുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പരിമിതികൾ കൊണ്ട് കേട്ടോ, പറഞ്ഞ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുറത്തൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ മെടഞ്ഞെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അടിക്കോടെ എടുക്കുക, മുകളിക്കോടെ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ ഈ മുടികൾ തമ്മിൽ. നല്ല ബ്രെയ്ഡാണ് കേട്ടോ ഇത്. ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. 4 സ്ട്രാൻഡ് ബ്രെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 4 വരി പിന്നൽ എന്ന് പറയും. ലോങ് ഹെയർസ് ഉള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബ്രെയ്ഡ് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ,
ടാറ്റാ, ബൈ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.